ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ഇവിടെയും നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ ആ ഒരു മഴയുടെ ഒരു ചെറിയ സൗണ്ട് കയറി വരും, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് തേങ്ങ വറുത്തരച്ച ചീമച്ചക്ക കറിയാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ഇവിടെ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ആദ്യം തന്നെ ചീമച്ചക്ക നമ്മൾ ഓൾറെഡി കടയിൽ നിന്ന് മേടിച്ചു തരുന്നു. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇതുപോലെയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അതായത് ഈ എന്താ പറയുക, ഒരു ക്യൂബൊക്കെ പോലെയില്ലേ, അതുപോലെ. ഇതെന്നിട്ട് അരിഞ്ഞ് വെള്ളത്തിനകത്തോട്ടാണ് നമ്മൾ ഇടുന്നത്. കാരണം ഇതിനകത്ത് ചെറിയൊരു കറയുണ്ട് കേട്ടോ. അത് കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ തേങ്ങ വറുത്തരച്ച ചീമച്ചക്ക കറിയാണ് വെക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെക്കുക. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ചീനച്ചട്ടി എടുത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഈ നോൺ സ്റ്റിക്ക് പാത്രം വല്ലതും ആയിരുന്നെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ലായിരുന്നു. ഡയറക്റ്റ് നമ്മൾ തേങ്ങ ഇട്ട് വറുത്തെടുത്താൽ മതിയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടിയിട്ടിട്ടാണ് വറുക്കുന്നതെങ്കിൽ ഇത് തേങ്ങ കരിഞ്ഞു പോകും. ഇനി തേങ്ങ ആ ഒരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചീമച്ചക്ക വേവിച്ചെടുക്കണം. ഓൾറെഡി നമ്മൾ വെള്ളത്തിനകത്തായിരുന്നു ഇത് അരിഞ്ഞിട്ടിരുന്നത്. അവിടെ നിന്ന് നമ്മൾ കഴുകിയെടുത്ത് ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തിടണം. അതിൻ്റെ കൂടെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ മഞ്ഞപ്പൊടിയും കരിയാപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇത് നെകക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തെടുത്ത് വെക്കാം. ഏകദേശം ഒരു പകുതി ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഏകദേശം ഒരു തിളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ ചക്ക ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ടൈമിലേക്ക് തന്നെ നമ്മുടെ ആ ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയുണ്ടല്ലോ, അത് ഓൾറെഡി തണുത്ത് കാണും. ഇനി നമുക്ക് അതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി എന്നിട്ട് നമ്മുടെ ഈ ചീമച്ചക്ക ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പ് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു ചക്ക 1/4 ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിക്കാനായിട്ട് നമ്മൾ വെക്കണം. ആ ഒരു ടൈം നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പുറത്തുണ്ടല്ലോ ഈ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ ഒരു സമയത്ത് നമുക്കിത് നിർത്തി കൊടുക്കാം, അതായത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ചീനച്ചട്ടി വെക്കുക, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി റെഡിയായി വെച്ചേക്കുന്ന ഈ ഒരു കറി ഉണ്ടല്ലോ, ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഈ ഒരു താളിപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ചീമച്ചക്ക കറി എന്ന് പറയുന്നത്. പല രീതിയിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ഈ ഒരു ചീമച്ചക്ക കറി വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതും കൂടെ ഒന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.